ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ GDP ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു മിനിങ്ങാന്ന്. അതേ 5 ഇന്ത്യയുടെ എക്കണോമിക് പ്രകാരം GDP നമ്മളിപ്പോൾ ഒരു കോൺട്രാസ്റ്റിംഗ്, അതായത് നമ്മളൊരു റിസഷൻ മോഡിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ GDP കോൺട്രാസ്റ്റിംഗ് എന്ന രീതിയിലൊക്കെയാണ് ഡേറ്റ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ഡേറ്റ എന്ന് പറയുന്ന സമയത്ത് 29 ഫ്രൈഡേ വന്ന ഡേറ്റ ആയിരുന്നു. നമുക്ക് വേണ്ടത് 29 ഫ്രൈഡേ വന്ന ഡേറ്റ പ്രകാരം നമ്മുടെ നിഫ്റ്റിയുടെ നമ്മുടെ വൈകിട്ട് വന്നിരിക്കുന്ന ഡേറ്റയിൽ ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. അതായത് 745.2 ബില്യൺ വച്ച സ്ഥാനത്ത് 7508.24 ബില്യൺ ഫിസിക്കൽ ഡെഫിസിറ്റ് ഒക്ടോബറിൽ കുറച്ച് കൂടിയിട്ടുണ്ട്. അതുകൂടാതെ GDP 6.7 സ്ഥാനത്ത് 6.5 പ്രതീക്ഷിച്ചത് 5.4, അതായത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് എക്കണോമി വീക്ക് എന്ന രീതിയിലേക്കുള്ള GDP, അതായത് നമ്മൾ എക്കണോമി വീക്കായി തുടങ്ങുന്ന രീതിയിലേക്കുള്ള ഒരു ഡേറ്റയാണ്. രണ്ട് ഡേറ്റയും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നെഗറ്റീവാണ്. രണ്ടാമത് ഫോറക്സ് റിസർവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ബാങ്ക് ലോൺ ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട്, ഡെപ്പോസിറ്റ് ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ പിന്നെ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഔട്ട്പുട്ട് ഇയർ ഓൺ ഇയറിൽ കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് ലോൺ ഗ്രോത്ത് എന്ന് പറയുന്നത് 11.9 നിന്ന് 11.1 ആയി. അതായത് പുതിയ ബിസിനസ് നടത്താൻ വേണ്ടി ആൾക്കാർ ലോൺ എടുക്കുന്നില്ല, ഗ്രോത്ത് കാണിക്കുന്നില്ല. ഡെപ്പോസിറ്റ് ഗ്രോത്തും കുറവ്, അതായത് ബാങ്കിലേക്ക് ഫണ്ടും വരുന്നില്ല, ബാങ്കിൽ നിന്ന് ഫണ്ട് പോകുന്നുമില്ല, ആ രീതിക്ക് വരുന്ന അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഡേറ്റയാണ് എൻ്റെ ഒരു കണക്ക് പ്രകാരം വന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ അതായത് വെള്ളിയാഴ്ച വന്ന ഡേറ്റകൾ പൊതുവേ മാർക്കറ്റിന് വീക്കാണ്. പക്ഷേ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് നമ്മളെ നിഫ്റ്റി നിങ്ങൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം പറയുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി 24,400 ഭാഗത്തൊക്കെയാണ് ആശാൻ ക്ലോസ് ചെയ്യുന്നത്. 444 നിഫ്റ്റി പറഞ്ഞാൽ ഏകദേശം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തെടുത്തുനിന്ന് 100 പോയിൻറ്റ് പ്ലസ്സിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നാളെ മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഡേറ്റ നെഗറ്റീവാണ്. മാർക്കറ്റ് അറിയാം, നിങ്ങൾക്കറിയാലോ, വൈൽഡായിട്ടുള്ള നെഗറ്റീവ് ന്യൂസും നമ്മളെ മാർക്കറ്റിനെ ബാധിക്കാം, വൈൽഡായിട്ടുള്ള പോസിറ്റീവ് ന്യൂസും നമ്മളെ മാർക്കറ്റിനെ ബാധിക്കാം. സോ നാളെ നമ്മുടെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുമോ അതനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാം. സോ കഴിഞ്ഞ ആഴ്ച നമ്മുടെ നിഫ്റ്റിയിൽ സംഭവിച്ചത്, കഴിഞ്ഞ ആഴ്ച വ്യക്തമായി നിഫ്റ്റി പറയണമെങ്കിൽ നിഫ്റ്റി ഒരു ന്യൂട്രൽ വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ വീക്കിലി പ്രകാരം നിഫ്റ്റി ഏകദേശം കഴിഞ്ഞ തിങ്കളാഴ്ച 24,365 ഹൈ അടിച്ചു, 24,120 ലോയും വന്നതിന് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച ആശാൻ അതിന് മുമ്പേ 380 വരെയൊക്കെ പോയതിന് ശേഷം തിരിച്ച് താഴേക്ക് അടിച്ച് ചുരുക്കി പറഞ്ഞാൽ ഒരു 24,304 എവിടെയാണോ കഴിഞ്ഞ വീക്കിൽ ഓപ്പൺ ചെയ്ത്, ആ വീക്കിൽ ഓപ്പൺ ചെയ്തതിൻ്റെ ഭാഗത്ത് 24,268 ഭാഗത്ത് ഓപ്പൺ ചെയ്ത് 24,273 ക്ലോസ് ചെയ്തത്. ഈ പ്രാവശ്യം നമ്മുടെ ഈ വീക്കെൻഡിൽ വന്ന സമയത്ത് 24,300 തന്നാന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ പറ്റി നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്കായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലുണ്ടായിരുന്നത്. അപ്പോൾ നിഫ്റ്റി ഒരു ന്യൂട്രൽ വീക്കും ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്കുമായിട്ടാണ് അവസാനിച്ചത്. നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ മാർക്കറ്റ് 50,000-നും 53,000-നും ഇടയ്ക്കുള്ള ഈ ഒരു ഏരിയ കിടന്നാണ് എവിടെ ഞാൻ പറയാം ഏതോട്ടെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറയണമെങ്കിൽ, അതായത് ജൂലൈ ആദ്യം തൊട്ട് ഇതുപോലെ നോക്കിയാൽ നമ്മൾ ഈ ചക്രവാത ചുഴിയിൽപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് വേറെ വലിയ മാറ്റങ്ങളൊന്നും ബാങ്ക് നിഫ്റ്റിക്ക് ഇല്ല. സോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ന്യൂട്രൽ വീക്കും ആയിരുന്നു, ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്പ് വീക്കും ആയിരുന്നു കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമെന്ന് പറയുമ്പോൾ നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ POC വന്നിരിക്കുന്നത് 24,206 ഭാഗത്തൊക്കെയാണ് POC നിൽക്കുന്നത്. അത് കഴിഞ്ഞ ആഴ്ചയുടെ ലാസ്റ്റ് വീക്ക്, അതായത് 10th നവംബറിലെ വീക്കിലെ നിഫ്റ്റിയുടെ POC ആയ 24,217 ഭാഗത്തൊക്കെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ചുരുക്കി പറയുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് രണ്ട് ടാർഗറ്റ് ഓപ്പൺ ആണ്. 24,332 അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 24,370, 437 എന്ന് പറഞ്ഞാൽ ഈ 430 ഭാഗത്തിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ വീക്കിലി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 24,430. സോ 24,430 മുകളിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് കൃത്യമായി നിങ്ങൾ ഓർത്തുകൊള്ളുക, നിഫ്റ്റിയെ സംബന്ധിച്ച് നല്ല രീതിയിലൊരു മൊമെൻറ്റ് വരാനും ആ മൊമെൻറ്റം 24,000
840 എന്ന് പറഞ്ഞാൽ 20th, അതായത് ഒക്ടോബർ 20 തുടങ്ങിയ ആ വീക്കിൻ്റെ പി ഒ സി ആയ 24,840 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. അപ്പോൾ ഓർത്തോളുക, നിഫ്റ്റിയിൽ സംബന്ധിച്ച് 24,430 നമ്മളെ വീക്കിലി ബുള്ളിഷ് റെഫറൻസ്. 24,430 24,000 വീക്കിലി നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം വീക്കിലി ബുള്ളിഷ് റെഫറൻസ് തമ്മിൽ 24 നമ്മുടെ വാക്ക് വ്യക്തമായി പറയുകയാണെങ്കിൽ 24,430 ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 24,430 എത്രയാണ്? 24,430 നമ്മളെ സംബന്ധിച്ചുള്ള വീക്കിലി 24,430. ഇതിന് മുകളിൽ ആശ നിൽക്കുകയാണെങ്കിൽ 24,840 വരെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 24,840 വരെ പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് വീക്കിലി ബെയറിഷ് എവിടെയാണ്. ബെയറിഷ് സോൺ എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് വീക്കിലി ബെയറിഷ് സോൺ എന്ന് പറഞ്ഞാൽ 23,917 എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ 23,917. സോ 23,917 പൊട്ടിയാൽ മാത്രമേ നമ്മുടെ മാർക്കറ്റിൽ ഒരു നെഗറ്റീവായൊരു സാധനം വരാം. 23,917 നമ്മളെ വീക്കിലി ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് എവിടം വരെ പോവാം? 23,539 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. സോ 23,539 നമ്മളെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 23,539 23,539 എന്നെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ താഴേക്കുള്ള ലെവൽ. ഇപ്പോൾ ഓർത്തോളുക, നിഫ്റ്റിയിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 24,430 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,840യും 23,917 താഴെ വരെ നിൽക്കുകയാണെങ്കിൽ 23,539 വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ അതനുസരിച്ച് ഇത് നമ്മുടെ ഒരു വീക്കിലി ഓവർവ്യൂ ആണ്. ഒരിക്കലും ഡെയിലി വ്യൂ ആയിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. വീക്കിലി ഓവർവ്യൂ ആകുമ്പം നമുക്ക് മാർക്കറ്റ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ താഴേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഒരു പൊസിഷണൽ വ്യൂ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു കാര്യവും നടക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ. സോ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞു നോർമൽ വേരിയേഷൻ അപ്പ് വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. സോ ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി നിൽക്കുന്നത് 52,155 ഭാഗത്താണ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഈ കുറേ ഉള്ള എച്ച് വി എൻ സോണെല്ലാം കടന്നു പോയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി 52,800 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 53,438 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് പോകാനും, അല്ല 52,000 താഴെ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 51,400 എന്ന് പറഞ്ഞ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഞാൻ വളരെയധികം കൂടുതലാണ്. സോ ഓർത്തോളുക, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി എവിടെ വരും? ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് എപ്പോഴും ഓർത്തോളുക നിങ്ങളുടെ മനസ്സിൽ. ബാങ്ക് നിഫ്റ്റി എപ്പോഴാണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി 52,155 ഈ വീക്കിൻ്റെ പി ഒ സി. സോ വീക്കിലി പി ഒ സി എന്ന് പറഞ്ഞാൽ 52 പി ഒ സി എന്ന് പറഞ്ഞാൽ വീക്കിലി പി ഒ സി എത്രയാണ്? 52,155 വീക്കിലി പി ഒ സി. ഞാൻ വ്യക്തമായിട്ട് അത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ നിഫ്റ്റിയുടെ പി ഒ സി ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടു. നിഫ്റ്റിയുടെ പി ഒ സി എന്ന് പറഞ്ഞാൽ 23,206 സോ 24,206 വീക്കിലി പി ഒ സി. സോ അത് ഓർത്തോളുക. സോ നമ്മുടെ പി ഒ സി എത്രയാണ്? വീക്കിലി പി ഒ സി ആണ് 24,206 നിഫ്റ്റിക്ക്. അത് ഞാനത് മാർക്ക് ചെയ്താൽ വിട്ടുപോയി, അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. അപ്പം ഓർത്തോളൂ, ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഒരു ലെവൽ. ക്ലിയർ ആയല്ലോ. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഓർത്തോളൂ, ബാങ്ക് നിഫ്റ്റി വീക്കിലി പി ഒ സി 52,155. നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ 52,800. സോ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ വീക്കിലി ബുള്ളിഷ് റെഫറൻസ്, ഡെയിലി അല്ല, വീക്കിലി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 52,800 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 53,440 പോകാം. എത്രയാണ്? 53,440 പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതൽ. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള എൻ്റെ ടാർഗറ്റ് അവിടെയാണ്. സോ ബാങ്ക് നിഫ്റ്റി 53,440 ഇതിന് മുകളിൽ വരുമ്പോൾ മാത്രം ഈ വീക്കിൽ 52,800 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവിടം വരെ പോകാനുള്ള ചാൻസ്. ഇനി ഓർത്തോളാം, ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ വീക്കിൻ്റെ ലോയായ
52,000 എന്ന് പറഞ്ഞൊരു ലെവൽ. 52,000 ഇമ്പോർട്ടൻറ്റ് മാർക്കാണ്. കഴിഞ്ഞൊരു എന്തുകൊണ്ടാണ് 52,000 എന്ന് പറഞ്ഞാൽ വേറെ ഒരു കാര്യമില്ല, നമ്മുടെ ഈ ഒരു റേഞ്ചിൻ്റെ ബാലൻസ് ഏരിയയുടെ വാല്യൂ ഏരിയ ഹൈ ആണ് ആ ഭാഗമാണ്. സോ 52,000 ആണ് വീക്ക്ലി ബെയറിഷ് റെഫറൻസ്. എത്രയാണ് വീക്ക്ലി ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 52,000 എന്നെ സംബന്ധിച്ച്. ഈ 52,000 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരാനും അത് 51,400 വരെ വരാൻ 51,400 വരെ ആണ് നമ്മുടെ ടാർഗറ്റ്. 51,400 വരെയുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഓർത്തോളൂ, ഇതാണ് എന്താണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തു, ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ലെവൽ. 52,800 മുകളിൽ 53,440, 52,000 താഴെ നിൽക്കുകയാണെങ്കിൽ 51,400 വരെ വരാൻ ചാൻസ് കൂടുതലാണ്. നിഫ്റ്റിയിലാണെങ്കിലാണോ എത്രയാണ് നിഫ്റ്റിയിൽ 24,430 മുകളിൽ 24,800, 23,900 താഴെ 23,539 വരെയുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. സോ ഇതാണ് നമ്മുടെ എൻ്റെ ഒരു ഈ ഒരു വരാൻ പോകുന്ന വീക്കിലിയുടെ കുറേ കാര്യത്തിനെ കുറച്ച് ഇമ്പോർട്ടൻസ്. സോ നമ്മുടെ ന്യൂസ് നാളെ നല്ല രീതിയിലൊരു മൊമെൻറ്റം വരെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് മാർക്കറ്റിൽ. സോ അത് വ്യക്തമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക. ചാനൽ കണ്ടതിന് ശേഷം ആ വീഡിയോക്കകത്ത് വ്യക്തമായി ഉദ്ദേശിക്കാം. സോ വേറൊരു പ്രൊമോഷണൽ ഒരു കാര്യം കൂടെ പറയാനുള്ളതാണ്. ഞങ്ങളുടെ ഗ്രേറ്റുകൾ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ടീമിന് ഒരു 2 തരം സെറ്റപ്പ് പ്ലാൻസ് ഉണ്ട്. നമ്മൾ ഒന്ന് ലൈവായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഒന്ന് ട്രേഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ വരികയാണ്. നമ്മൾ ഈ ഗൂഗിൾ മീറ്റ് വഴി നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് പ്രൊഫൈലെ ഓർഡർ ഫ്ലോയും വെച്ചുള്ള സെറ്റപ്പ് ബേസ് ആയിട്ടുള്ള ട്രേഡ് നമ്മളിവിടെ എടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന സമയത്ത് മിനിമം ഫണ്ട് വേണ്ടത് 3 ലക്ഷം രൂപയാണ്. നമ്മൾ എടുക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ട്രേഡുള്ള ദിവസങ്ങളിൽ നമ്മൾ മിനിമം ഒരു 10,000 രൂപയെങ്കിലും പ്രോഫിറ്റ് എടുത്ത് പോകാനുള്ള രീതിയിലാണ് ആ ഒരു ട്രേഡ് സെറ്റപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്, നിങ്ങൾക്ക് ഇത് മാർക്കറ്റ് പ്രൊഫൈലും ഓർഡർ ഫ്ലോയും ഇൻഡെപ്തായിട്ട് പഠിക്കുന്നതെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 1 ഇയറിൻ്റെ ഒരു പ്രോഗ്രാമും ഉണ്ട്. സോ 2 തരം പ്രോഗ്രാംസാണ് നമ്മൾ നടത്തിക്കൊണ്ട് വരുന്നത്. ഒന്ന് മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞൊരു 1 ഇയർ ടോട്ടൽ പ്രോഗ്രാമും ഇല്ല, നിങ്ങൾക്ക് ലൈവായിട്ട് വന്ന് എൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യണം, ഞാൻ എടുക്കുന്ന ട്രേഡ് കോപ്പി ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ നിങ്ങളെ കോപ്പി, ലൈവ് ട്രേഡിംഗ് ഗ്രൂപ്പ് സപ്പോർട്ടിൻ്റെ 2 കാര്യങ്ങൾ, ആ ഒരു കാര്യം നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നതാണ്. സോ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കമ്പനിയിൽ കാണിച്ചിരുന്ന നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അവർ കൃത്യമായി നിങ്ങൾക്ക് വിവരങ്ങൾ പറയുന്നതാണ്. സോ ഈ വീക്കിലി വ്യൂ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുക, ട്രേഡിൽ യൂസ് ചെയ്യുക. GDP വളരെ നെഗറ്റീവ് ആയതുകൊണ്ട് മാർക്കറ്റ് എങ്ങനെ വേണോ നല്ല മാർക്കറ്റ് ബാധിക്കാം. നമ്മളെ നിഫ്റ്റി 100 പോയിൻറ്റ് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നതെങ്കിൽ കൂടെ ഞാനത് ഓപ്പൺ ചെയ്താലും ഈ നെഗറ്റീവ് ആയതുകൊണ്ട് മാർക്കറ്റ് എങ്ങനെ ആക്ടായി അത് വോളിയത്തോടു കൂടി നല്ല രീതിയിൽ വരികയാണെങ്കിൽ മാർക്കറ്റ് കയറി പോകാനും, ഇല്ല നല്ല രീതിയിൽ വരിക അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് സെൽ ഓഫിനും വളരെയധികം ചാൻസ് ഞാൻ നാളത്തെ മാർക്കറ്റിൽ കാണുന്നുണ്ട്. സോ എല്ലാവരും ചാർട്ടിൽ ഇത് വ്യക്തമായി മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉപകാരമായിരിക്കുന്നതാണ്. സോ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെക്കുറിച്ചും ലൈവ് ട്രേഡിനെക്കുറിച്ചും അറിയണമെങ്കിൽ കമ്പനിയിൽ കാണിച്ചിരുന്ന നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ വ്യക്തമായി പറയുന്നതാണ്. സോ എല്ലാവർക്കും ഒരു നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ, ബൈ ബൈ.